ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്ഥയിലും സർക്കാർ മെഡിക്കൽ കോളേജിലും അസാപ് കേരളയിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 8ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഗുരുവായൂർ ദേവസ്ഥയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും ദേവസ്വം അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും സുരക്ഷാ ചുമതല വഹിക്കുന്നതിന് 23 സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് 14/8/2025 രാവിലെ 10 മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. പ്രതിമാസ വേതനം 21,175 രൂപയാണ് ലഭിക്കുന്നത്. പ്രായം 1/1/2025 60 വയസ്സ് കവിയാത്തവർ ആയിരിക്കണം. നിയമന കാലാവധി ഉത്തരവ് തീയതി മുതൽ 30/4/2026 കൂടിയായിരിക്കും. യോഗ്യരെന്ന് കാണുന്നവരെ പുനർനിയമനത്തിന് പരിഗണിക്കുന്നതാണ്. യോഗ്യതകൾ സൈനിക, അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നുമുള്ള എക്സ് സർവീസ്മാൻ, ആർമി, നേവി, എയർഫോഴ്സ്, BSF, CISF, ITBP, CRPF, ആസാം റൈഫിൾസ് ആൻഡ് GREF ആയിരിക്കണം. അപേക്ഷകർ ആരോഗ്യ ദൃഢഗാത്രരും നല്ല കാഴ്ചശക്തിയുമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരുമായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യതകൾ, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നുമുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ്, അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കിലുള്ള സർക്കാർ ഡോക്ടറുടെയോ ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറുടെയോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ മേൽപ്രകാരം രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ മൊബൈൽ ഫോൺ നമ്പർ സഹിതം ദേവസ്വം ഓഫീസിൽ 8:30 സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാവണം. അപേക്ഷയോടൊപ്പം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവെക്കുന്ന ഡോക്ടറുടെ യോഗ്യത, രജിസ്റ്റർ നമ്പർ, സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ്. വിശദ വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്തത് ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ HST നാച്ചുറൽ സയൻസ് തസ്തികയിലേക്ക് 2025-26 അധ്യയന വർഷത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. 14/8/2025 ഉച്ചയ്ക്ക് 2 മണിക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ ശ്രീപത്മം ബിൽഡിംഗ്, തെക്കേനട, ഗുരുവായൂർ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും നിശ്ചിത സമയത്ത് തന്നെ ദേവസ്വം ഓഫീസിൽ ഹാജരാവണം. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത BSc ബോട്ടണി അല്ലെങ്കിൽ സുവോളജി ആൻഡ് B.Ed ഇൻ നാച്ചുറൽ സയൻസ് ആണ്. കൂടാതെ കേട്ടറ്റ് കാറ്റഗറി 3 ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂ തീയതി 14/8/2025 സർട്ടിഫിക്കറ്റ് പരിശോധന സമയം ഹാജരാകേണ്ടത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 2 മണിക്കാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വയസ്സ്, ശമ്പളം എന്നിവ സർക്കാർ ഉത്തരവുകൾക്ക് അനുസരിച്ചാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും കോളേജിയറ്റ് എഡ്യൂക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും മറ്റനുബന്ധ രേഖകളുടെയും അസലും പകർപ്പും സഹിതം ഹാജരാവണം. മേൽപ്രകാരം യോഗ്യതയില്ലാത്തവരെയും നിശ്ചിത സമയത്ത് ഹാജരാകാത്തവരെയും അയോഗ്യരാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറുകളിൽ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വെൺപകൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ 6 മാസക്കാലത്തേക്ക് ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്കും അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലുള്ളവർക്കും മുൻഗണന ലഭിക്കും. അടിസ്ഥാന യോഗ്യത 8ാം ക്ലാസ് ആണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും ബയോഡേറ്റയും സഹിതം ആഗസ്റ്റ് 13 രാവിലെ 10:30 വെൺപകൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അസാപ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ്, പ്രീമിയം വെഹിക്കിൾ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികയിലെ 2 താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിമാസ വേതനം 20,000 രൂപയാണ്. എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷകർക്ക് 2025 ജൂലൈ 1 40 വയസ്സ് കവിയരുത്. MBA അല്ലെങ്കിൽ MHA അല്ലെങ്കിൽ MPH അല്ലെങ്കിൽ MSW പാസ്സായിരിക്കണം. കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ 1 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയുടെ പകർപ്പ്, ആധാർ കാർഡ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ആഗസ്റ്റ് 14 വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ വഴിയോ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.